തീർച്ചയായും സ്കൂളുകളിൽ കായിക പരിശീലനത്തോടൊപ്പം ശരീരഘടനയും മനഃശാസ്ത്രവും പഠിപ്പിക്കുന്നത് കുട്ടികൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. ഇത് മയക്കുമരുന്നിന്റെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്നതെങ്ങനെയെന്ന് വിശദീകരിക്കാം. ശരീരഘടന അനാട്ടമി പഠിക്കുന്നതിലൂടെ ശരീരത്തെക്കുറിച്ചുള്ള അവബോധം കുട്ടികൾക്ക് അവരുടെ ശരീരത്തെക്കുറിച്ചും അതിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണ ലഭിക്കും. വ്യായാമം ശരീരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു, മയക്കുമരുന്നുകൾ ശരീരത്തെ എങ്ങനെ നശിപ്പിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരോഗ്യകരമായ ജീവിതശൈലി ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിലൂടെ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ കുട്ടികൾക്ക് പ്രചോദനം ലഭിക്കും. പരിക്ക് ഒഴിവാക്കാൻ സഹായം ശരീരഘടനയെക്കുറിച്ച് പഠിക്കുന്നത് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ പരിക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കും. മനഃശാസ്ത്രം സൈക്കോളജി പഠിക്കുന്നതിലൂടെ മാനസിക ആരോഗ്യം കുട്ടികൾക്ക് അവരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ച് അവബോധം ലഭിക്കും. സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് അവർ പഠിക്കും. സ്വയം നിയന്ത്രണം മനഃശാസ്ത്രം പഠിക്കുന്നതിലൂടെ കുട്ടികൾക്ക് സ്വയം നിയന്ത്രണം നേടാൻ സാധിക്കും. ഇത് മയക്കുമരുന്നിന്റെ ഉപയോഗം പോലുള്ള അപകടകരമായ പ്രവണതകളിൽ നിന്ന് അവരെ രക്ഷിക്കും. സമൂഹവുമായുള്ള ബന്ധം മറ്റുള്ളവരുമായി എങ്ങനെ നല്ല ബന്ധം സ്ഥാപിക്കാമെന്നും സാമൂഹിക പ്രശ്നങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും അവർ പഠിക്കും. മയക്കുമരുന്നിന്റെ ദോഷഫലങ്ങൾ മയക്കുമരുന്നുകൾ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും അത് എങ്ങനെ അടിമത്തത്തിലേക്ക് നയിക്കുന്നുവെന്നും അവർ മനസ്സിലാക്കും. സമ്മർദ്ദം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് പല കുട്ടികളും സമ്മർദ്ദം ഒഴിവാക്കാനാണ് മയക്കുമരുന്നിലേക്ക് തിരിയുന്നത്. സമ്മർദ്ദം ആരോഗ്യകരമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്നത് അവരെ അതിൽ നിന്ന് രക്ഷിക്കും. ഇവ രണ്ടും ഒരുമിച്ച് പഠിപ്പിക്കുന്നതിലൂടെ ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം കുട്ടികൾക്ക് ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കും. ഇത് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ അവരെ പ്രേരിപ്പിക്കും. തീരുമാനമെടുക്കാനുള്ള കഴിവ് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് ലഭിക്കും. മയക്കുമരുന്നിന്റെ ഉപയോഗം പോലുള്ള തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ഇത് സഹായിക്കും. ആത്മവിശ്വാസം ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും മനസ്സിലാക്കുന്നതിലൂടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ഇത് അവരെ കൂടുതൽ ശക്തരാക്കുകയും അപകടകരമായ സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുകയും ചെയ്യും. ഇവ സ്കൂൾ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുന്നത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് സഹായിക്കും. കൂടാതെ മയക്കുമരുന്നിന്റെ ഉപയോഗം പോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുകയും ചെയ്യും. തീർച്ചയായും കുട്ടികളെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനും മയക്കുമരുന്നിന് അടിമപ്പെടുന്നത് ഒഴിവാക്കാനും പ്രചോദിപ്പിക്കാനുള്ള ചില വഴികളിതാ. കായിക വിനോദങ്ങളിൽ പ്രചോദിപ്പിക്കാനുള്ള വഴികൾ: അവരുടെ താല്പര്യങ്ങൾ തിരിച്ചറിയുക. ഓരോ കുട്ടിക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടാകും. ചിലർക്ക് ഫുട്ബോൾ ഇഷ്ടമാകുമ്പോൾ മറ്റു ചിലർക്ക് നീന്തൽ, ബാസ്കറ്റ്ബോൾ, അത്ലറ്റിക്സ് തുടങ്ങിയവയിലായിരിക്കും താല്പര്യം. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള കായിക വിനോദങ്ങൾ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുക. കളികളിലൂടെ പഠിപ്പിക്കുക. കായിക വിനോദങ്ങൾ പഠിപ്പിക്കുമ്പോൾ കളികളിലൂടെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് അവർക്ക് കൂടുതൽ രസകരമായി തോന്നും. പ്രോത്സാഹിപ്പിക്കുക. കുട്ടികൾ കായിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അവരുടെ ചെറിയ നേട്ടങ്ങളെ പോലും അഭിനന്ദിക്കുക. ഇത് അവർക്ക് കൂടുതൽ പ്രചോദനം നൽകും. മാതൃകയാവുക. കുട്ടികളുടെ മാതാപിതാക്കളും മുതിർന്നവരും കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കണ്ടാൽ കുട്ടികൾക്കും അതിൽ താല്പര്യം തോന്നും. സൗകര്യങ്ങൾ ഒരുക്കുക. അവർക്ക് കളിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അടുത്തുള്ള കളിക്കളങ്ങളിൽ അവരെ കൊണ്ടുപോവുക. സുഹൃത്തുക്കളുമായി കളിക്കാൻ അവസരം നൽകുക. കുട്ടികൾക്ക് സുഹൃത്തുക്കളുമായി കളിക്കാൻ അവസരം നൽകുന്നത് അവർക്ക് കൂടുതൽ രസകരമായിരിക്കും. വിജയ കഥകൾ പങ്കുവെക്കുക. കായിക രംഗത്ത് വിജയം കൈവരിച്ചവരുടെ കഥകൾ അവരുമായി പങ്കുവെക്കുക. മയക്കുമരുന്നിന് അടിമപ്പെടുന്നത് ഒഴിവാക്കാൻ പ്രചോദിപ്പിക്കാനുള്ള വഴികൾ: തുറന്ന സംഭാഷണങ്ങൾ നടത്തുക. മയക്കുമരുന്നിന്റെ ദോഷങ്ങളെക്കുറിച്ച് കുട്ടികളുമായി തുറന്ന് സംസാരിക്കുക. അവരുടെ സംശയങ്ങൾ ചോദിച്ചറിയുക. ആത്മവിശ്വാസം വളർത്തുക. കുട്ടികളുടെ ആത്മവിശ്വാസം വളർത്തുക. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യമൊരുക്കുക. നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ സഹായിക്കുക. നല്ല സുഹൃത്തുക്കളുമായി കൂട്ടുകൂടാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം വിനോദത്തിനും സമയം നൽകുക. അവരുടെ ഒഴിവു സമയങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുക. മാതൃകയാവുക. മാതാപിതാക്കൾ മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ ഒഴിവാക്കുക. സഹായം തേടുക. കുട്ടികൾക്ക് മയക്കുമരുന്നിന് അടിമപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നിയാൽ ഉടൻ തന്നെ വിദഗ്ധരുടെ സഹായം തേടുക. കുടുംബ ബന്ധം ശക്തിപ്പെടുത്തുക. കുട്ടികളുമായി നല്ല കുടുംബ ബന്ധം സ്ഥാപിക്കുക. അവരുമായി കൂടുതൽ സമയം ചിലവഴിക്കുക. അവരുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുക. കുട്ടികളുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക. സ്നേഹത്തോടെ സംസാരിക്കുക. കുട്ടികളോട് എപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കുക. അവരുടെ തെറ്റുകൾ തിരുത്തുമ്പോൾ പോലും സ്നേഹത്തോടെയും ക്ഷമയോടെയും സംസാരിക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുട്ടികളെ കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനും മയക്കുമരുന്നിന് അടിമപ്പെടുന്നത് ഒഴിവാക്കാനും സാധിക്കും.